മെറ്റലർജി പാർട്ട് 3 കണ്ടന്റ് നോക്കാം. നമുക്ക് എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഓഫ് അലുമിനിയം ഉണ്ട്, പ്രൊഡക്ഷൻ ഓഫ് അയൺ ഉണ്ട്, റിവിഷൻ, അതായത് പാർട്ട് 1 പാർട്ട് 2 റിവിഷൻസ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, ദെൻ സോൾവ്ഡ് വർക്ക് ഷീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുമ്പോൾ ഒരു റിവിഷൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ വർക്ക് ഷീറ്റുകൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ജൈവ് സയൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ വിശദീകരിക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസിലെ പ്രവർത്തനമാണ്. നമുക്കറിയാം, കോൺസെൻട്രേഷന് ശേഷം അയിലുള്ള സാധനത്തിന് ശേഷം അയിലുള്ള ആർസനിക്കിന്റെയും ഫോസ്ഫറസിന്റെയും വാട്ടർ വേപ്പറിന്റെയും ഒക്കെ അംശങ്ങൾ ഇല്ലാതായി തീരും. പക്ഷെ അതിൽ സിലിക്കൺ ഡയോക്സൈഡ് പോലെയുള്ള ഇമ്പ്യൂരിറ്റീസ് ഇപ്പോഴും നിലനിൽക്കുന്നതായിരിക്കും. ഇരുമ്പിന്റെ എക്സ്ട്രാക്ഷൻ നടക്കുന്നത് ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. ബ്ലാസ്റ്റ് ഓഫ് ഹോട്ട് എയർ ഈസ് പാസ് ത്രൂ ദ bottom of furnace. That is why this furnace is known as blast furnace. ഇവിടെ ഒരു കിപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ് ആണ്. കിപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ് ഉപയോഗിച്ചിട്ടാണ് ഇതില് ഉപയോഗിക്കുന്ന അസംസ്കൃത ധാതുക്കൾ, റോ മെറ്റീരിയൽസ് ഇതിലൂടെ കടത്തിവിടുന്നത്. ഇതിൽ പ്രധാനമായിട്ട് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞത് എന്തൊക്കെയായിരിക്കാം? Fe2O3, ലൈംസ്റ്റോൺ CaCO3, then കോക്ക്, കാർബൺ, അതായത് ഇവിടെ കോക്ക്. These are the 3 raw materials used here. മിക്കവാറും ഒരു 10% മാർക്ക് ഈ ഭാഗത്ത് നിന്ന്, ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ പ്രവർത്തനമായിട്ട് സാധാരണയായിട്ട് പരീക്ഷിക്കേണ്ടി വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പൊ എങ്ങനെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഒരു 5 റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഈ 5 റിയാക്ഷൻ എങ്ങനെയാണ് നമുക്കൊന്ന് ഓർമ്മിക്കാൻ പറ്റുക? നമ്മളിത് ഓർക്കാൻ വേണ്ടി നമുക്ക് പറയാം എന്തൊക്കെ റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാമറ്റൈറ്റ്, കാൽസ്യം കാർബണേറ്റ്, അതായത് ലൈംസ്റ്റോൺ, ദെൻ കോക്ക്. ഇത് മൂന്നുമാണ് പ്രധാനമായിട്ട് ചേർക്കുന്നത്. ആദ്യത്തെ CaCO3 എന്ന് പറയുമ്പോൾ കാൽസ്യം കാർബണേറ്റ്. എങ്ങനെയാണ്, എന്ത് രാസപ്രവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. CaCO3 പ്ലസ് ഹീറ്റ്, ചൂടാക്കാം. ഇവിടെ എന്താ സംഭവിക്കുക? CaO, കാൽസ്യം ഓക്സൈഡ് പ്ലസ് CO2. ഈ CaOയുടെ പ്രത്യേകത എന്താ? ഇറ്റ് ആക്ട് ആസ് എ ഫ്ലക്സ്. CaOSiO2 gives CaSiO3. ഇവിടെ CaO എന്തായി പ്രവർത്തിക്കും? ഫ്ലക്സ് ആയിട്ട് പ്രവർത്തിക്കും. SiO2 is gang present in the concentrated ore. സാധാരണ ചെയ്തതിന്റെ കൂടെ സ്ഥിതി ചെയ്യുന്ന മാലിന്യങ്ങളാണ് SiO2. അപ്പോൾ ഇത് എന്താണ്? ഗാങ് ആണ്. ഗാങ് ഇത് രണ്ടും കൂടി ചേർന്നിട്ടുണ്ടാകുന്നതാണ് സ്ലാഗ് എന്ന് പറയുന്ന ഡെൻസിറ്റി കുറഞ്ഞ ഒരു മെറ്റീരിയൽ. So here calcium oxide is act as a flux and SiO2 is the gang present in the concentrated ore. Then combined together you will get CaSiO3. ഇത് ഈ ഫോർമുല, ഈ CaSiO3 കിട്ടാൻ എളുപ്പമാണ്. നമ്മൾ ആഡ് ചെയ്യുന്നത് പോലെയാണ്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കാം, CaO SiO2 Ca ആഡ് ചെയ്യാണ് SiO. അപ്പൊ CaO പ്ലസ് SiO2 CaSiO3 എങ്ങനെ കിട്ടാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. വെറുതെ മാത്സിൽ ആഡ് ചെയ്ത പോലെ CaO then SiO2 then ആഡ് ചെയ്യാം CaSiO plus O2 O3 CaSiO3. Let us check the another raw material. Here we use coke. Coke is the byproduct of a coal. അപ്പോൾ കൽക്കരിയിൽ നിന്നുണ്ടാക്കുന്നതാണ് ഈ കോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കോക്കിന്റെ റോൾ എന്താണ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് കോക്ക്? കോക്കിന്റെ റോൾ എന്താണ് നമുക്ക് നോക്കാം. CO2 plus heat. This is an exothermic reaction. ബ്ലാസ്റ്റ് ഫർണസിലെ ഈ താഴെ നടക്കുന്ന പ്രവർത്തനമാണ് ബ്ലാസ്റ്റ് ഫർണസിൽ. ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ദാറ്റ് ഈസ് വൈ 2170 Kelvin is produced here, because this reaction takes place at the bottom of the blast furnace. CO2 plus C plus heat gives 2CO. This is a
endothermic reaction. This is an endothermic reaction. This reaction takes place at the top portion of blast furnace. That is why here the low temperature in the blast furnace. ഇതുകൊണ്ടാണ് ഈ ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിൽ വെച്ചാണ് ഈ രാസപ്രവർത്തനം നടക്കാറുള്ളത്, പൊതുവെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ലോ ടെമ്പറേച്ചർ കാണുന്നത്. So what is the role of coke? Coke combined with oxygen will get carbon dioxide and heat. Carbon dioxide plus carbon dioxide again react with the carbon and absorb heat, and you will get 2 carbon monoxide. And this carbon monoxide act as a reducing agent, നിരോക്സികാരിയായിട്ട് reducing agent ആയിട്ട് O3. What is the role of hematite? Fe2O3 undergo reduction. Fe2O3 combined with carbon monoxide. Each oxygen required 1 carbon monoxide. ഇവിടെ 3 ഓക്സിജൻ ആണുള്ളത്. ഓരോ ഓക്സിജനെ നീക്കം ചെയ്യാൻ ഓരോ കാർബൺ മോണോക്സൈഡ് വേണം. എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. Fe2O3 ൽ 3 ഓക്സിജൻ ഉണ്ട്. So it requires 3 carbon monoxide to remove this oxygen. So we use 3CO. You will get 2Fe plus 3CO2. And the product ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെയാണ്. These are the 5 chemical reaction takes place here. One of the raw material is calcium carbonate. Calcium carbonate decomposes into calcium oxide and carbon dioxide. Here calcium oxide is act as a flux. Flux is a chemical which is used to remove gangue from a ore. Calcium oxide act as a flux. Here silicon dioxide is a gangue, that is silica is act as a gangue and combined together to form calcium silicate, that is known as slag. അപ്പോൾ ഫ്ലക്സ് ആയിട്ട് കാൽസ്യം ഓക്സൈഡും ഇതിലുള്ള മാലിന്യമായിട്ട് ഗാങ് ആയിട്ട് സിലിക്കൺ ഡയോക്സൈഡും ആണ് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് സ്ലാഗ് ഉണ്ടാകുന്നു. സ്ലാഗിന്റെ പ്രത്യേകത ഇതിന്റെ ഡെൻസിറ്റി വളരെ കുറവാണ്. ഇവിടെ കോക്കാണ് അടുത്തത്. കോക്ക് combined with oxygen we will get carbon dioxide plus heat. This is an exothermic reaction and that is caused to increase the temperature in the blast furnace. Carbon dioxide again react with the coke. This is an endothermic reaction and we will get the product carbon monoxide. It acts as a reducing agent. Then hematite, Fe2O3 plus 3CO. That means here hematite undergo reduction. Each oxygen requires 1 carbon monoxide. Here 3 oxygen is here. So we need 3 carbon monoxide to remove that 3 oxygen atom. So Fe2O3 plus 3CO gives 2Fe plus 3CO2. Blast furnace നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ കിപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ റോ മെറ്റീരിയൽസ് ആണ് ചേർക്കുന്നത്. റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാൽസ്യം കാർബണേറ്റ്, ഹെമറ്റൈറ്റ്, കോക്ക്, ഇത് മൂന്നാണ് ഇതിനുള്ളിൽ ചേർക്കുന്നത്. താഴേക്ക് വിടുന്നു. ഇവിടെ ഈ ഭാഗത്താണ് ഹോട്ട് ബ്ലാസ്റ്റ് എയർ നമ്മൾ ബ്ലോ ചെയ്യുന്നത്. ചൂടുള്ള വായു ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ആൻഡ് ആഫ്റ്റർ ദീസ് റിയാക്ഷൻസ് സ്ലാഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് and due to the low density it float over hot iron, new iron produced in the blast furnace. And this is also prevent the further action of molten iron with the oxygen. And here this new iron produced, molten iron is produced, removed from the blast furnace through this opening, and this slag is also removed through another opening from the blast furnace, and slag is a byproduct of the blast furnace and it is used to make cement. കൂട്ടുകാർക്കൊക്കെ ബ്ലാസ്റ്റ് ഫർണസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ബ്ലാസ്റ്റ് ഫർണസ് ഇതൊക്കെയാണ്, ഇതിന്റെ റോ മെറ്റീരിയൽസ് ഇതാണ്. ഇത് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് നമ്മൾ കൃത്യമായിട്ട് നമ്മളോട് തന്നെ ചോദിക്കുക, എന്തൊക്കെയാണ് വാട്ട് ആർ ദ റോ മെറ്റീരിയൽസ് യൂസ് ഇൻ ദ ബ്ലാസ്റ്റ് ഫർണസ്, എന്തൊക്കെയാണ് ഇതിലെ സംസ്കൃതാർത്ഥങ്ങൾ, പ്രധാനമായിട്ടും കാൽസ്യം കാർബണേറ്റ്, ദെൻ കോക്ക്, ദെൻ ഹാമറ്റൈറ്റ്, ഓരോന്നിൻ്റെയും റോൾ.
What is the role of calcium carbonate? Calcium carbonate undergo decomposition. Blast furnace ഉയർന്ന ഊഷ്മാമൂലം ഇത് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും മാറുന്നു. Calcium oxide acts as a flux, and it combined with GAM, you will get slag, calcium, silicate, and then carbon plus oxygen, you will get carbon dioxide. This exothermic reaction causes to increase the high temperature at the bottom of the blast furnace, and again carbon dioxide react with carbon, we will get carbon monoxide. This is an endothermic reaction. This is why the low temperature at the top of the blast furnace. And then hematite undergo reduction. Here 3 oxygen is present in the Fe2O3. To remove each oxygen we require carbon monoxide. To remove 3 oxygen we use 3 carbon monoxide to reduce it. So Fe2O3 plus 3 CO gives 2 Fe gives 3 CO2. And these are the 5 important chemical reaction takes place in the blast furnace. This is very important. The molten iron obtained from the blast furnace contain 4% of carbon and other impurities like manganese, silicon, phosphorus, etc. This is called pig iron. Complete the table related to the production of iron, which is given below. Complete the table related to the production of iron, which is given below. Alloy steels are prepared by adding other metals to steel. See the name, composition, properties, and use of different types of alloy steels given in the table. Alloy steels have properties different from those of steel. സ്റ്റീലിൽ മറ്റ് ലോഹങ്ങൾ ചേർത്ത് അലോയ് സ്റ്റീൽ നിർമ്മിക്കുന്നു. വിവിധതരം അലോയ് സ്റ്റീലുകളുടെ പേര്, അവയുടെ ഘടകങ്ങൾ, പ്രത്യേകത, ഉപയോഗം എന്നിവ പട്ടിക രൂപത്തിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. സ്റ്റീലിൻ്റെതിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നതാണ് അലോയ് സ്റ്റീലുകൾ. Answer the questions given below by using the information you get from the table. തന്നിരിക്കുന്ന ഈ ടേബിളിൽ നിന്നുള്ള വിവരങ്ങൾക്കനുസരിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം എഴുതുക. മെറ്റലർജി പാർട്ട് 1 എന്ന ഭാഗത്ത് കൃത്യമായിട്ട് ലീച്ചിങ് ചെയ്യുന്നത്, ബോക്സൈറ്റ് എങ്ങനെയാണ് ലീച്ചിങ് ചെയ്ത് സാധാരണം ചെയ്യുന്നതെന്ന് കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു. എങ്കിലും നമ്മൾ ഒരിക്കൽ കൂടി നമുക്ക് അതിലൂടെ ഒന്ന് കടന്നു പോകാം. ബോക്സൈറ്റിന്റെ ലീച്ചിങ്ങിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അതിന്റെ ഫ്ലോ ചാർട്ട് നമുക്ക് കാണാം. അതിന്റെ ഫ്ലോ ചാർട്ട് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ കേസിൽ നമുക്ക് കാണാം ബോക്സൈറ്റ് ആണ്. അതിലെ പ്രോസസ്സ് നോക്കാം. ലീച്ചിങ് ഡിസോൾവ് ഇൻ ഹോട്ട് NaOH സൊല്യൂഷൻ ആണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആ ഹോട്ട് NaOH സൊല്യൂഷനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ സോഡിയം അലുമിനേറ്റ് എന്ന് പറയുന്ന NaAlO2 ഉണ്ടാകുന്നു. അതിനുശേഷം ടു ദ ഫിൽറ്റേർഡ് സൊല്യൂഷൻ അലുമിനിയം ഹൈഡ്രോക്സൈഡ്, precipitate and water are added and stirred well. അതിലേക്ക് നമ്മൾ അലുമിനിയം ഹൈഡ്രോക്സൈഡും വാട്ടറും ചേർക്കുന്നു. So what will happen? Aluminum hydroxide will be precipitated. Then filtering and heating. അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷനെ കുറിച്ച് നമുക്ക് കാണാം. അവിടെ അലുമിനിയം ആണ് അവിടെ ഉണ്ടാകുന്നത്. അതിന്റെ ഇക്വേഷൻ നമുക്ക് താഴെ കാണാം. 2AlOH thrice gives Al2O3 plus 3H2O. The aluminum obtained by concentration of bauxite is mixed with molten cryolite and subjected to electrolysis. The melting point of alumina is very high. Cryolite is added to alumina to reduce its melting point and increase its electrical conductivity. സാന്ദ്രണത്തിലൂടെ ലഭിച്ച അലുമിനയിലേക്ക് ഉരുകിയ ക്രയോലൈറ്റ് ചേർത്ത് വൈദ്യുത വിശ്ലേഷണം നടത്തുന്നു. അലുമിനയുടെ ദ്രവണാങ്കം വളരെ കൂടുതലാണ്. ഇത് കുറയ്ക്കാനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് അലുമിനയിൽ ക്രയോലൈറ്റ് ചേർക്കുന്നത്. വൈദ്യുതി കടത്തിവിടുമ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ രാസസമവാക്യം പരിശോധിക്കുക. ഇതിൽ നിന്ന് കൃത്യമായി ആനോഡിലും കാഥോഡിലും നടക്കുന്ന രാസപ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ്, അതുപോലെ ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം, കാഥോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതനുസരിച്ച് ഈ ടേബിൾ ഒന്ന്
താഴെ തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ടേബിൾ ബൈ യൂസിങ് ദ റിക്വയർഡ് ഇൻഫർമേഷൻസ്. ഈ ചാപ്റ്ററിന്റെ മുഴുവൻ വിശദീകരണങ്ങളും കിട്ടണമെങ്കിൽ മെറ്റലർജി പാർട്ട് 1, മെറ്റലർജി പാർട്ട് 2 എന്ന മുന്നുള്ള 2 വീഡിയോകളിലൂടെയും ഒന്ന് കടന്നു പോകുക. അതിൽ കൊടുത്തിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. തുടർന്ന് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പരിശ്രമിക്കുക. Is the process of heating the concentrate ore in the absence of air at a temperature below its melting point. Carbonate and hydroxide of metal decompose to form their oxide by using this method. കാൽസിനേഷനിലെ വായുവിന്റെ അസാന്നിധ്യത്തിൽ സാന്ദ്രീകരിച്ച അയിരിനെ ചൂടാക്കുക എന്നുള്ളതാണ്. In the case of roasting, we heat the concentrate ore in the presence of air below its melting point. When the concentrate ore is subjected to roasting, the moisture present it is removed as vapor. ഈ കേസിൽ വായുവിന്റെ സാന്നിധ്യത്തിൽ സാന്ദ്രീകരിച്ച അയിരിനെ ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുക. അതിലെ ഈർപ്പം ഈ പ്രക്രിയ വഴി നഷ്ടപ്പെടുന്നു. സൾഫൈഡ് ഓറുകളുടെ 2 ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിങ്ക് സൾഫൈഡും അതുപോലെ തന്നെ കോപ്പർ സൾഫൈഡും. The process of extraction of metal from the oxide is reduction. അപ്പം നിരോക്സീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിരോക്സീകരണമാണ് ഇവിടെ നടക്കുന്നത്. By using suitable reducing agents can be used for this process. During the process of the production of metal, electricity, carbon monoxide are used as reducing agent on the basis of the reactivity of the metal. ലോഹത്തിന്റെ ക്രിയാശീലം അനുസരിച്ച് വ്യത്യസ്ത നിരോക്സികാരികൾ ഇവിടെ ഉപയോഗിക്കുന്നു. ലോഹത്തിന്റെ കൂടെ ചില മെറ്റാലിക് ഓക്സൈഡുകൾ, അതുപോലെ മെറ്റൽസ്, ലോഹങ്ങള്, ഇതൊക്കെ അതിൽ കാണാം. അതിനൊക്കെ നീക്കം ചെയ്യുക എന്നുള്ള പ്രക്രിയയാണിത്. Refining of the metal is the process of removal of these impurities. That means impurity means other metals, metallic oxide, then small quantities of non-metals to get the pure metal. Here there are 3 methods in the refining of metal. One is liquefaction, that is, then distillation, then electrolytic refining. ഇതിലെ ലോഹശുദ്ധീകരണത്തിലെ 3 രീതികളുണ്ട്. ഒരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഈ 3 രീതികളിലൂടെയാണ് നമ്മൾ ലോഹത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നത്. In liquefaction, low melting metals like tin, lead may contain other high melting metals, oxides as impurities. On heating such metals on the inclined surface of a furnace, the pure metal is separated. രണ്ടാമത്തെ രീതിയാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. This method is used for the refining of metals with low boiling points such as zinc, cadmium, mercury. When the impure metal is heated on the retort, the pure metal alone vaporizes. The vapors are condensed to get the pure metal. This method is termed as distillation. The third method is electrolytic refining. In electrolytic refining, it is a process of refining a metal by the electrolysis of a solution of the salt of the metal using a small piece of pure metal as the negative electrode and impure metal as the positive electrode. ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട ഉപദ്രവ്യമടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിന്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. കോപ്പറിനെ ശുദ്ധീകരിക്കാൻ ഈ മാർഗം In this animation, we can clearly observe actual reaction takes place in the process of purification of copper. The impure copper is taken as anode and pure copper is taken as cathode. We can see the actual reaction takes place at cathode. Here Cu2 plus 2 electron gives Cu. That means it undergo reduction. And at anode, copper
atom undergo oxidation. That means copper lose 2 electron and become Cu2 plus ion. ഈ ടേബിളിൽ നിന്ന് നമുക്ക് വ്യത്യസ്ത ലോഹങ്ങളും അതിന്റെ വ്യത്യസ്ത അയിരുകളെയും കുറിച്ച് മനസ്സിലാക്കാം. In this table we can get the information of different ores or different metals. Here there are 4 methods of concentration of ore. Here the selection of the method is purely depend on the properties of the. ഇവിടെ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഓറും അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്പ്യൂരിറ്റീസും ഒക്കെ ആയിട്ട് നമുക്കൊരു ഇത് കാണാം. നമുക്ക് ഏത് മെത്തേഡാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഓറിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഏത് മെത്തേഡാണ് തിരഞ്ഞെടുക്കുന്നത്. ഹൈ ഡെൻസിറ്റി ആണെങ്കിൽ ലെവിഗേഷൻ, മാഗ്നറ്റിക് നേച്ചർ ആണെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. അതുപോലെ ലൈറ്റർ സൾഫൈഡ് ഓർ ആണെങ്കിൽ ഫ്ലോട്ടേഷൻ ആണ്. അതുപോലെ അലുമിനിയം ഓർ ആണെങ്കിൽ ലീച്ചിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓറും മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ, ഓർ മാത്രമേ എന്നുള്ള പ്രോപ്പർട്ടി തന്നിട്ടില്ല. ടിൻസ്റ്റോൺ ആണെങ്കിൽ നമ്മൾ ആ രീതികളൊക്കെ പഠിച്ചപ്പോൾ കുറെ എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, വ്യത്യസ്തമായ രീതികൾ, അതിന്റെ എക്സാമ്പിൾ അടക്കം പഠിച്ചു. അപ്പൊ നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷന്റെ ഭാഗത്താണ് നമ്മൾ ടിൻസ്റ്റോൺ കണ്ടത്. അപ്പൊ ടിൻസ്റ്റോൺ എന്ന് പറയുന്ന ഓറാണെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കും. ബോക്സൈറ്റ് ആണെങ്കിൽ ലീച്ചിങ് ഉപയോഗിക്കും. സിങ്ക് ബ്ലെൻഡ് സൾഫൈഡ് ഓറാണ്, ലൈറ്റർ ഓറാണ്, അപ്പോൾ ഫ്ലോട്ടേഷൻ ഉപയോഗിക്കും.